ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി പോളാർ ഫോം മാത്രം പോരാ, യൂളേഴ്സ് ഫോമും കൂടെ വേണം. സോ നോട്ട് ചെയ്യുക, യൂളേഴ്സ് ഫോം ഇൻ കോംപ്ലക്സ് നമ്പർ ഇമ്പോർട്ടൻ്റ് ആണ് എൻട്രൻസിന്. സോ ആ ഒരു ഫോം എങ്ങനെ എഴുതാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്താണ് പോളാർ ഫോം? Z ഈസ് ഈക്വൽ ടു R ഇൻറ്റു കോസ് തീറ്റ പ്ലസ് I സൈൻ തീറ്റ എന്ന് പറയുന്നതാണ് ഏതൊരു കോംപ്ലക്സ് നമ്പറിൻ്റെയും. Z ഈസ് ഈക്വൽ ടു X പ്ലസ് I സ്റ്റാൻഡേർഡ് ഫോമുള്ള കോംപ്ലക്സ് നമ്പറിൻ്റെ പോളാർ ഫോം. ഇതിൻ്റെ യൂളേഴ്സ് ഫോമും കൂടെ ഞാൻ തരാം. ഇത് ഈസിയാണ്, നമുക്ക് പവറൊക്കെ എടുക്കാൻ എളുപ്പമാണ്. R ഇൻറ്റു ഇ റേസ് ടു I തീറ്റ. ഓക്കെ, സോ ഈ R എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഈ മോഡുലസ് ആണ്. ഈ തീറ്റ എന്ന് പറഞ്ഞാൽ സെയിം ആർഗ്യുമെന്റ് ഓഫ് ദ കോംപ്ലക്സ് നമ്പർ. ഓക്കെ, സോ ഇവിടെ നമ്മൾ ഈ കോംപ്ലക്സ് നമ്പറിന് നമ്മൾ R ഇൻറ്റു ഇ റേസ് ടു I തീറ്റ ഫോമിൽ എഴുതിയാൽ സെയിം കോംപ്ലക്സ് നമ്പർ. ഓക്കെ, ഈ പവർ നിങ്ങൾ എടുക്കേണ്ട. ഇപ്പം പവർ നമ്മൾ വീണ്ടും കൊടുക്കാം. പവർ എടുക്കാതെ 1 പ്ലസ് ഐയുടെ യൂളേഴ്സ് ഫോം Z ഈസ് ഈക്വൽ ടു മോഡുലസ് റൂട്ട് 2 ആണ് ഇ റേസ് ടു. എന്താണ് ഇതിൻ്റെ ആർഗ്യുമെന്റ്? 1 പ്ലസ് ഐൻ്റെ ആർഗ്യുമെന്റ് π/4 ആണ്. സോ ഇ റേസ് ടു π/4. ഓക്കെ, സോ ഇതിൻ്റെ എത്ര പവറാണ് നമ്മളോട് ചോദിച്ചത്? Z റേസ് ടു 10. സോ ഇതിൻ്റെ 10th പവർ എടുക്കാം. സോ നമുക്കിവിടെ റൂട്ട് 2 റേസ് ടു 10 എത്രയാണ്? 2 റേസ് ടു 5 വരും. ഇൻറ്റു ഈ 10 π/4 എന്ന് പറഞ്ഞാൽ എത്ര വരും? 4ഉം 10ഉം ക്യാൻസൽ ചെയ്തിട്ട് 5 π/2 വരും. എത്ര വരും? ഇ റേസ് ടു I 5 π/2. ഓക്കെ, സോ 2 റേസ് ടു 10, 2 റേസ് ടു 5 നിങ്ങൾക്കറിയാം 32 ഇൻറ്റു ഇതിനെ നമുക്ക് വീണ്ടും പോളാർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാം. വാട്ട് ഈസ് ഇ റേസ് ടു I π/2 കോംപ്ലക്സ് നമ്പർ പോളാർ ഫോം? മോഡുലസ് 1 ആണ്. സോ കോസ് ആർഗ്യുമെന്റ് 5 π/2 വന്നു പ്ലസ് I സൈൻ 5 π/2. ഇതിൽ ഏത് പാർട്ട് 0 ആവും? കോസ് 5/2 ഓൾവേസ് 0. കോസ് 5/2 എന്ന് പറഞ്ഞാൽ എന്താണ്? ഓഡ് മൾട്ടിപ്പിൾ ഓഫ് 5/2 കോസ് ആംഗിൾ 0 ആണ് വാല്യൂ. സോ 32 ഇൻറ്റു 0 പ്ലസ് I ഇൻറ്റു സൈൻ 5/2 നമുക്കറിയാം. സൈൻ 5/2 ഏത് ക്വാഡ്രന്റ് വരും? സൈൻ 5/2 എന്ന് പറഞ്ഞാൽ 2π പ്ലസ് ഹിയർ. സോ ഹിയർ എത്രയാണ്? സൈൻ ലൈക്ക് സൈൻ 90 1. സോ ഇൻറ്റു 1. സോ 32i എന്നുള്ള ആൻസർ ആണ് നമുക്ക് കിട്ടുന്നത്. 32i ഇസ് ദ 1 പ്ലസ് ഐ ഓൾ റേസ് ടു 10. അല്ലാതെ നമ്മൾ 10 പ്രാവശ്യം 1 പ്ലസ് ഐ ഇൻറ്റു 1 പ്ലസ് ഐ ഇൻറ്റു 1 പ്ലസ് ഐ ഇൻറ്റു മൾട്ടിപ്ലൈ ചെയ്തിട്ടല്ല ഇത് കിട്ടുന്നത്. ഇത് യൂളേഴ്സ് ഫോമിൻ്റെ ജസ്റ്റ് പവർ എടുത്തിട്ട് വീണ്ടും റിട്ടേൺ ടു ദ പോളാർ ഫോമിൽ ചെയ്താൽ കിട്ടും.